നമസ്കാരം, സ്കോർ അക്കാഡമിയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയായിട്ട് ഞാൻ വന്നിട്ടുള്ളത് RRBയുടെ +2 ലെവൽ പരീക്ഷകളുടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ഓൾറെഡി ഡിഗ്രി ലെവൽ പരീക്ഷകളുടെ നോട്ടിഫിക്കേഷൻ വന്നിരുന്നു അല്ലെ? ഒരാഴ്ച മുന്നേ ഡിഗ്രി ലെവൽ പോസ്റ്റുകളുടെ നോട്ടിഫിക്കേഷൻ വന്നിരുന്നു. 5000-ഓളം ഒഴിവുകൾ അതിനുണ്ട്. ഇത് അതിലും തൊട്ട് താഴെയുള്ള അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റുകൾക്ക്, അതായത് +2 ലെവൽ പോസ്റ്റുകൾക്കുള്ള എന്താ വന്നിട്ടുള്ളത്, വേക്കൻസീസ് വന്നിട്ടുള്ളത്. ഏകദേശം 3000-ഓളം വേക്കൻസീസ് ഉള്ള നോട്ടിഫിക്കേഷൻ ആണ് ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. സോ ഈ വീഡിയോന്റെ ഉദ്ദേശം എന്താ, ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ ഒന്ന് സമ്മറൈസ് ചെയ്യുക, കുട്ടികൾ മനസ്സിലാക്കേണ്ട ഏറ്റവും മിനിമൽ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് പോയിന്റ്സ് പറയുക എന്നുള്ളതാണ്. എന്നാൽ ഈ പറയുന്ന നോട്ടിഫിക്കേഷന് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇതിന്റെ പുറകെ വരുന്നുണ്ടാവും. ഏത് സോൺ നിങ്ങൾ അപ്ലൈ ചെയ്യണം, ഏതൊക്കെ പോസ്റ്റുകളാണ് നല്ലത്, ആ പോസ്റ്റുകളിൽ എത്ര വേക്കൻസീസ് ഉണ്ട്, ഓരോ പോസ്റ്റുകളുടെ സ്വഭാവം എന്താണ്, നിങ്ങൾക്ക് അറിയാൻ മിക്കവാറും കുട്ടികൾക്ക് അറിയായിരിക്കും. അറിയില്ലാത്തവർ മനസ്സിലാക്കുക. റെയിൽവേക്ക് 20ഓളം RRBകളും അതുപോലെ 17-18ഓളം സോണുകളും ഉണ്ട്. ഓക്കെ, സോ ഈ സോണുകൾക്ക് എന്താ സംഭവിക്കുക, ഇപ്പോ നമ്മള് ട്രിവാൻഡ്രത്തോ ചെന്നൈയിലോ അപ്ലൈ ചെയ്താൽ മാത്രമേ സദേൺ റെയിൽവേ എന്ന് പറയുന്ന സോണിൽ ജോലി കിട്ടുള്ളൂ. സോ അതെല്ലാം മനസ്സിലാക്കി നമുക്ക് വേണ്ട പോസ്റ്റുകൾ ആദ്യം വെച്ച് പോസ്റ്റുകളുടെ പ്രയോറിറ്റി മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ റെയിൽവേക്ക് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. PSCക്ക് അപ്ലൈ ചെയ്യുന്ന അത്ര എളുപ്പമുള്ള ഒരു പരിപാടിയല്ല. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റിൽ വേണ്ടുള്ള ആൾക്കാർ അതെല്ലാം മനസ്സിലാക്കി എനിക്ക് OBC എൻ്റെ EWS ആണോ SC/ST ആണോ അതെല്ലാം നോക്കിയിട്ട് വേണം അപ്ലൈ ചെയ്യാൻ. സോ ഈ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് സ്ഥിരമായിട്ട് വരുന്ന ആദ്യമായിട്ട് RRB അപ്ലൈ ചെയ്യുന്ന കുട്ടികൾക്കും അതല്ലാത്ത കുട്ടികൾക്കും സ്ഥിരമായിട്ട് ഉദ്യോഗാർത്ഥികൾ വരുന്ന കുറെ സംശയങ്ങളുണ്ട്. എന്താണ് NTPC, എങ്ങനെ ആർക്കൊക്കെ ഈ എക്സാം അപ്ലൈ ചെയ്യാം, എങ്ങനെ അപ്ലൈ ചെയ്യാം, എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അതുപോലെ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഇത്തരം ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് കുട്ടികൾക്ക് വരുന്നതാണ്. കാര്യം ഞാൻ പറഞ്ഞില്ലേ, PSC അപ്ലൈ ചെയ്യുന്ന പോലെ ഒരൊറ്റ ക്ലിക്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല RRBക്ക് കുറച്ച് കടമ്പകൾ കടക്കണം. ഇതൊന്നും അത്ര ബുദ്ധിമുട്ടുള്ള സംഭവമൊന്നും അല്ല, ചെയ്യാവുന്നതേ ഉള്ളൂ. സോ അതിന് നിങ്ങൾ ഗൈഡ് ചെയ്യാന്നുള്ള നമ്മുടെ ഉദ്ദേശം. നമുക്ക് ഇന്ന് ഈ നോട്ടിഫിക്കേഷൻ എന്താണെന്ന് മനസ്സിലാക്കാം. എന്തെല്ലാം മനസ്സിലാക്കാം, ഏതൊക്കെ ഡേറ്റുകളാണ് ഓർത്തു വെക്കേണ്ടത്, എന്നാണ് ആപ്ലിക്കേഷൻ തുടങ്ങുന്നത്, എന്നാണ് അവസാനിക്കേണ്ടത്, ഫീസ് എത്ര ദിവസത്തിനുള്ളിൽ അടച്ചു തീർക്കണം അത് മനസ്സിലാക്കാം. അതിനുശേഷം ക്വാളിഫിക്കേഷൻ എത്രത്തോളമാണ്, എത്ര വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാം, ഏത് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാമെന്ന് മനസ്സിലാക്കാം. വേക്കൻസികൾ, പോസ്റ്റുകൾ, ഏതൊക്കെ വേക്കൻസീസ് ഉണ്ട്, ഓരോ വേക്കൻസിക്കും എത്ര പോസ്റ്റുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഓരോ പോസ്റ്റുകൾക്ക് എത്ര വേക്കൻസി ഉണ്ടെന്ന് മനസ്സിലാക്കാം. അതുപോലെ സ്റ്റേജസ്, പാറ്റേൺ, എക്സാം എത്ര ഘട്ടങ്ങളിലായിട്ടാണ് നടക്കുന്നത്, എത്ര തലങ്ങളിലായിട്ട്, എത്ര സ്റ്റേജിലായിട്ടാണ് നടത്തുന്നത്. ഓക്കെ, ആ ഒരു പ്രോസസ്സ് മൊത്തം മനസ്സിലാക്കാം. അതിന്റെ കൂടെ തന്നെ നമുക്ക് സിലബസ് മനസ്സിലാക്കി ഇനി നമ്മുടെ ഈ ചാനലിൽ നിങ്ങളുടെ ഈ പറയുന്ന ഡൗട്ട്സ് മാറ്റാൻ വേണ്ടി നമ്മൾ കുറെ വീഡിയോസ് ചെയ്യുന്നുണ്ടാവും. സോണിനെ പറ്റി പറയുന്നുണ്ടാവും, പോസ്റ്റിനെ പറ്റി, ഏതൊക്കെ പോസ്റ്റുകളാണ് ഉള്ളത്, ഏത് സോണിൽ അപ്ലൈ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് യുണീക്ക് ആയിട്ട് വരുന്നത്. മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് നോക്കുമ്പോൾ RRBക്ക് ഉള്ള ഒരു പ്രത്യേകതയാണ് ഈ മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് നോക്കേണ്ടത്, എങ്ങനെയാണ് ഹൗ ടു അപ്ലൈ വീഡിയോ വരുന്നുണ്ടാവും, എങ്ങനെ അപ്ലൈ ചെയ്യണം, ഹൗ ടു സ്റ്റഡി വീഡിയോ വരുന്നുണ്ടാവും. ഇതെല്ലാം ഇനി അങ്ങോട്ട് വരുന്നുണ്ടാവും. ഓക്കെ, സോ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. RRBയുടെ എല്ലാ ഡൗട്ടുകളും അതിന് വേണ്ടിയിട്ടുള്ള വീഡിയോസും നമ്മുടെ ചാനലിൽ ഉണ്ടാവും. ഓക്കെ, സോ ആദ്യമായിട്ട് നമുക്ക് ഡേറ്റുകൾ നോക്കാം. നമുക്കറിയാം ഇന്ന് നോട്ടിഫിക്കേഷൻ വന്നു, +2 ലെവൽ പരീക്ഷയാണ്, ഇന്ന് നോട്ടിഫിക്കേഷൻ വന്നു എന്നറിയാം. ഇനി ഇന്നേക്ക് ഒരു മാസം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു വിൻഡോ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ആ ഒരു സമയത്തിനുള്ളിൽ അപ്ലൈ ചെയ്യാം. സോ സ്വാഭാവികമായിട്ട് ഉദ്യോഗാർത്ഥികൾക്ക് ഡൗട്ട് ഉണ്ടാവും, എന്താ അവസാനത്തെ ആഴ്ച അപ്ലൈ ചെയ്താൽ പോരെ, ഇപ്പോഴേ അപ്ലൈ ചെയ്ത് വെക്കുന്നതിനാ. നിങ്ങൾ മനസ്സിലാക്കുക, PSC അപ്ലൈ ചെയ്യുന്ന പോലെ അല്ല. കാര്യം എന്താ, ഞാനൊരു OBC റിസർവേഷൻ ഉള്ള ആളാണെന്ന് വിചാരിക്കുക. എനിക്ക് OBC സർട്ടിഫിക്കറ്റ് കയ്യിൽ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ സർട്ടിഫിക്കറ്റ് ഒരു കൊല്ലത്തെ കാലാവധി കഴിഞ്ഞെങ്കിൽ പുതിയ OBC സർട്ടിഫിക്കറ്റ് എടുക്കണ്ടേ? അതിനൊരു 7 ദിവസം എടുക്കില്ലേ? അതുപോലെ SC/ST സർട്ടിഫിക്കറ്റ്, EWS സർട്ടിഫിക്കറ്റ് ഉള്ളവർ, അത് ആധാറിൽ പേരോ ഡേറ്റ് ഓഫ് ബർത്തോ മാറ്റമുള്ള ആൾക്കാർ ശരിയാക്കാനുണ്ടെങ്കിൽ അത് ശരിയാക്കണം. SLC ബുക്കും ആധാറും തമ്മിൽ ഡേറ്റ് ഓഫ് ബർത്തിനോ പേരിനോ അച്ഛന്റെ പേരിനോ എന്തെങ്കിലും എന്താ പറയാ മാറ്റങ്ങളുണ്ട്, സെയിം അല്ലാന്നുണ്ടെങ്കിൽ അതിലൊരു മാറ്റം വരുത്തണം. നിങ്ങൾ ഡോക്യുമെന്റ്സ് എല്ലാം പക്കയാണോ എന്ന് നോക്കാൻ തന്നെ നമുക്കൊരു 1.5 ആഴ്ച എടുക്കും. സോ ഡേ 1 മുതലേ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന ഡോക്യുമെന്റ്സ് എല്ലാം റെഡിയാക്കി വെക്കുക. ഒരു 1 വീക്ക് കൊണ്ട് എന്ത് ചെയ്യുക, ഈ ഡോക്യുമെന്റ്സ് എല്ലാം റെഡിയാക്കി വെക്കുക. സെക്കൻഡ് വീക്കിൽ അപ്ലൈ ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുക. അപ്പോഴേക്കും നിങ്ങൾ ഏത് സോണിലാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഏത് പോസ്റ്റിൽ അപ്ലൈ ചെയ്യേണ്ടത് എല്ലാം മനസ്സിലാക്കി വെക്കണം. സോ ഈ പറയുന്ന പോലെ ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലായി. ഓപ്പണിങ്ങും ക്ലോസിങ്ങിന്റെ 1 മന്ത് വിൻഡോ നമുക്കുള്ളത്, ഒരു മാസം ഉള്ളത്. അതിനുള്ളിൽ ഈ പറയുന്ന ലിസ്റ്റുകളെല്ലാം നിങ്ങൾ റെഡിയാക്കി വെക്കുക.
അതിനുശേഷം ഫീ പേയ്മെന്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് ടൈം കൂടി തന്നിട്ടുണ്ടാവും. ഇതെല്ലാം എന്തെങ്കിലും കുറ്റങ്ങൾ വന്നു പോയി കഴിഞ്ഞാൽ അതിനുവേണ്ടി ഒരു മോഡിഫിക്കേഷൻ വിൻഡോന്റെ ടൈമും കൂടെ RRB പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരാഴ്ചയുടെ മുകളിൽ വരുന്ന ഒരു ടൈമാണ് അവിടെ കിട്ടുന്നത്. ഓക്കെ, ഇതാണ് ഇമ്പോർട്ടന്റ് ഡേറ്റ്സ്. അതിനുശേഷം നമ്മൾ പറഞ്ഞു ക്വാളിഫിക്കേഷൻ നോക്കാന്ന് പറഞ്ഞു. 3 തലങ്ങളിൽ 3 മാനദണ്ഡങ്ങളാണ് ഉള്ളത്, 3 ക്രൈറ്റീരിയ ആണ് എന്തിനുള്ളത്, റെയിൽവേയിൽ അപ്ലൈ ചെയ്യാൻ, അതായത് ഈ പറഞ്ഞ +2 പോസ്റ്റിന് അപ്ലൈ ചെയ്യാനുള്ളത്. ഏതാ? ഒന്ന് എന്താണ്, +2 അല്ലെങ്കിൽ തതുല്യമായിട്ട് യോഗ്യതയുള്ള ആളായിരിക്കണം. തതുല്യമായിട്ടുള്ള ഏതെങ്കിലും പരീക്ഷ പാസ്സായ ആളായിരിക്കണം, +2 പാസ്സായിട്ടുള്ള ആളായിരിക്കണം. ഒന്നാമത്തെ യോഗ്യത അതാണ്. രണ്ടാമത്തെ യോഗ്യത എന്താ, 18നും 30നും ഇടയിൽ പ്രായമുള്ള ആളായിരിക്കണം. ഓക്കെ, ഈ കൊല്ലം 18 വയസ്സ് പൂർത്തിയായ ആളോ 30ൽ കവിയാത്ത ആൾക്കാരോ ആയിരിക്കണം, അതിനിടയിൽ പ്രായമുള്ള ആൾക്കാരായിരിക്കണം. പിന്നെ റെയിൽവേക്ക് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് ഈ പറയുന്ന മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ചില പോസ്റ്റുകൾ, അതായത് മിക്കവാറും എല്ലാ പോസ്റ്റുകൾക്കും എന്ത് ചെയ്തിട്ടുണ്ട്, RRB എന്ത് ചെയ്തിട്ടുണ്ട്, മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് പറഞ്ഞിട്ടുണ്ട്. ആ പോസ്റ്റിന് വേണ്ട മെഡിക്കൽ സ്റ്റാൻഡേർഡുകൾ നമ്മൾ ഫിറ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ജോലി അൾട്ടിമേറ്റ്ലി കിട്ടുള്ളൂ. സോ നമുക്ക് ഓരോ പോസ്റ്റിനും എന്തുണ്ടാവും, ഈ പറയുന്ന പോലെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉണ്ടാവും. സോ നമ്മൾ പോസ്റ്റ് അനാലിസിസ് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ പോസ്റ്റുകളെ പറ്റി പറയുന്ന സമയത്ത് സോണിൽ ഓരോ പോസ്റ്റുകൾ ഏതാണ്, അതിന്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്താണെന്നെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടോ, നമുക്ക് അവിടെ അത് ചർച്ച ചെയ്യാം. ഓക്കെ, അതല്ല ഞാൻ A3 മുതൽ A1, A2, A3, C1, C2, B1, B2 ഇതിൽ ഏതാണ് ഞാൻ, ഇങ്ങനെ പല മെഡിക്കൽ സ്റ്റാൻഡേർഡിന്റെ ലെവലുകളുണ്ട്. ഇതിൽ ഏതാണ് ഞാൻ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മെഡിക്കൽ സ്റ്റാൻഡേർഡിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക, അതിന്റെ ലിങ്ക് ഞാൻ കൊടുക്കാം, തമ്മിൽ കാണിച്ചു തരാം. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കണ്ടു നോക്കുക. മെഡിക്കൽ സ്റ്റാൻഡേർഡിനെ പറ്റിയുള്ള എല്ലാ ഡൗട്ടുകളും നിങ്ങൾക്ക് തീരും. ഓക്കെ, സോ ക്വാളിഫിക്കേഷൻ മനസ്സിലായി. ഇനി OBCയോ SC STയോ ആയിട്ടുള്ള കുട്ടികൾക്ക് എന്തുണ്ട്, ഈ പറയുന്ന ഏജിന് ഒരു റിലാക്സേഷൻ ഉണ്ട്. OBCക്ക് +3യും SC STക്ക് +5 ഇയേഴ്സിന്റെയും റിലാക്സേഷൻ ഉണ്ടെന്ന് കൂടെ മനസ്സിലാക്കുക. ഓക്കെ, സോ ഡേറ്റ്സ് മനസ്സിലാക്കി, ക്വാളിഫിക്കേഷൻ മനസ്സിലാക്കി. മുന്നോട്ട് പോകുമ്പോൾ പോസ്റ്റുകളും വേക്കൻസീസും 4 പോസ്റ്റുകൾ നമുക്ക് മേജർ ആയിട്ട് വരിക. ട്രെയിൻ ക്ലർക്ക്, ട്രാഫിക് ഡിപ്പാർട്ട്മെന്റിലുള്ള, റെയിൽവേയിൽ തന്നെ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റിലുള്ള ജോലിയാണ്. പേ ലെവൽ 2 ആണ്. ഓക്കെ, പേ ലെവൽ 1 ഉണ്ട്, പേ ലെവൽ 2 ഉണ്ട്, പേ ലെവൽ 6, 7 വരെ റെയിൽവേയിലുണ്ട്. ഓക്കെ, അങ്ങനെ പല പേ ലെവലിലുണ്ട്. ഇതിനകത്ത് ഏറ്റവും വലിയ പേ ലെവലുള്ളത് ഏതാ, കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക്. നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെല്ലാം കാണാറുള്ള ആളാണ്. CCTC എന്ന് പറയുന്ന പോസ്റ്റ് നല്ലൊരു പോസ്റ്റാണ്. ഇങ്ങനെ 4 പോസ്റ്റുകളിലായിട്ട് പല ഡിപ്പാർട്ട്മെന്റുകളിലായിട്ടാണ് ഈ +2 ലെവൽ പരീക്ഷ റെയിൽവേ നടത്തുന്നത്. 3000-ൽ പരം ഒഴിവുകളാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, ഇതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ പറയുന്ന പോലെ പോസ്റ്റിനെ പറ്റി ഓരോന്നിനെ മനസ്സിലാക്കാം. ഇതിൽ ഏതാണ് ഞായറാഴ്ച ജോലി ഉണ്ടാവുക, ഏതാണ് ശനിയാഴ്ച ജോലി ഉണ്ടാവുക, ഏതിനാണ് അലവൻസ് കൂടുതൽ ഉണ്ടാവുക, ഇതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഏതാണ് ഈ പറയുന്ന പോലെ നൈറ്റ് ഡ്യൂട്ടിയും ഡേ ഡ്യൂട്ടി എല്ലാം ഉണ്ടാവുക. ഈ ടൈപ്പിസ്റ്റിനെല്ലാം നൈറ്റ് ഡ്യൂട്ടി ഉണ്ടാവണം നിർബന്ധമില്ല. ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ പറയുന്നുണ്ടാവും. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഇത്രയാണ് പോസ്റ്റും വേക്കൻസീസും. മുന്നോട്ട് പോകുമ്പോൾ ഈ എക്സാമിന്റെ പ്രത്യേകത എന്താ, ഒരു CBT 1 എന്ന് പറയുന്ന പരിപാടിയുണ്ട്. ഫസ്റ്റ് പരീക്ഷ, പ്രിലിമിനറി പരീക്ഷ എന്ന് വേണമെങ്കിൽ പറയാം, ഫസ്റ്റ് പരീക്ഷ. ആ പരീക്ഷ പാസ്സാവുന്ന കുട്ടികൾ എത്ര ഉണ്ടാവും, വേക്കൻസിയുടെ 15 ഇരട്ടി കുട്ടികൾ മാത്രമേ CBT 1 പാസ്സാവുള്ളൂ. വേക്കൻസിയുടെ 15 ഇരട്ടി കുട്ടികൾ മാത്രമേ CBT 1 പാസ്സാവുള്ളൂ. ഇനി അടുത്ത ഒരു തലമാണ്, അടുത്തൊരു സ്റ്റേജാണ് CBT 2, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് 2. അത് പാസ്സാവുന്ന എത്രയാണോ ആ സോണിലെ വേക്കൻസി, അതിന്റെ 8 ഇരട്ടി ആൾക്കാർ മാത്രമാണ്. പിന്നെ ചില പോസ്റ്റുകൾക്ക് CBAT-ഉം ടൈപ്പിംഗ് ടെസ്റ്റും ഉണ്ടാവും. ഓക്കെ, ചില പോസ്റ്റുകൾക്ക് ഉണ്ടാവാം. അത് ഓരോ പോസ്റ്റ് അനുസരിച്ച് മാറും. അതുകൂടെ കഴിഞ്ഞ് മെഡിക്കൽ എക്സാമിനേഷനും ഡോക്യുമെന്റ് വെരിഫിക്കേഷനും ശേഷമാണ് നമ്മൾ എന്ത് ചെയ്ത, നമ്മൾ ജോബിലേക്ക് പ്രവേശിക്കുക. നമുക്ക് ഏതാണോ പോസ്റ്റ്, ആ പോസ്റ്റ് കിട്ടുന്നത് ഇതിന് ശേഷമാണ്. പൊതുവേ റെയിൽവേ പരീക്ഷകളുടെ ഒരു ഓർഡർ ഇതാണ്. അത് ALPക്ക് ആയാലും, ALP എന്ന് പറയുന്ന പരീക്ഷ ഉണ്ട്, അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ്. RRB JE എന്ന് പരീക്ഷ ഉണ്ട്, RRBയുടെ ജൂനിയർ എഞ്ചിനീയർ. ഗ്രാജുവേറ്റ് ആയാലും എല്ലാത്തിനും ഈ ഒരു ലെവലിലൂടെയാ പോകുന്നത് നമ്മൾ. ഓക്കെ, സോ RRBയുടെ എക്സാം സ്റ്റേജുകൾ ഇതൊക്കെയാണ്. മനസ്സിലായില്ലേ? ഇനി നമുക്ക് നോക്കാം എക്സാം പാറ്റേൺ എങ്ങനെയാ. CBT 1 90 മിനിറ്റ് ഒരു പരീക്ഷയാണ്, 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു പരീക്ഷ. അതിൽ നമുക്ക് എത്ര 100 ചോദ്യങ്ങൾ ചോദിക്കും. സോ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് മാത്സും റീസണിങ്ങും ജനറൽ അവയർനെസ്സും ഇങ്ങനെ 3 വിഷയങ്ങൾ മാത്രം പഠിച്ചാൽ മതി അവിടെ ഒരു റെയിൽവേ പരീക്ഷയ്ക്ക്. മലയാളം പഠിക്കണ്ട, ഇംഗ്ലീഷ് പഠിക്കണ്ട. പൊതുവെ SSC പരീക്ഷയാണെങ്കിലും അതുപോലെ PSC ആണെങ്കിലും ഒന്നെങ്കിൽ മലയാളം പഠിക്കണം അല്ലെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കണം. ഇവിടെ ഈ 3 വിഷയങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനി രണ്ടാമത്തെ തലം CBT 2 ആവുമ്പോൾ
സമയം വ്യത്യാസമില്ല, പക്ഷെ 100 എന്നുള്ളത് 120 മാർക്കാവും. അതായത് ജനറൽ അവയർനെസിന്റെ 40 മാറി 50 ആവും, ഇവിടെ 30 മാറി 35 ആവും, റീസണിങ് 30 മാറി 35 ആവും. അങ്ങനെ 120 നമ്മൾ എക്സാം എഴുതുക. സോ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം? 90 മിനിറ്റ് കൊണ്ട് 100 ചോദ്യം, ഒരു ക്വസ്റ്റ്യൻ 1 മിനിറ്റ് ഇല്ല. പിന്നെ 90 മിനിറ്റ് കൊണ്ട് 120 ചോദ്യം, അതെന്താ? ഒരു ക്വസ്റ്റ്യന് 1 മിനിറ്റിൽ ഒരുപാട് താഴെയാണ്. സോ കൃത്യമായിട്ടുള്ള പ്രാക്ടീസ് വേണം. പക്ഷെ കുറച്ച് ടോപ്പിക്കേ പഠിക്കാനുള്ളൂ, കുറച്ച് വിഷയങ്ങളെ പഠിക്കാനുള്ളൂ. ടോപ്പിക് ഒരുപാടുണ്ട്, വിഷയങ്ങൾ 3 പഠിക്കാനുള്ളൂ. ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കണ്ട, അതുപോലെ PSC ആണെങ്കിൽ മലയാളം പഠിക്കണ്ട. അങ്ങനെ കുറച്ച് ഗുണങ്ങൾ ഇവിടെ ഉണ്ട്, തീരെ മോശമല്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ, സോ നമ്മൾ എന്തെല്ലാം മനസ്സിലാക്കി? നമ്മുടെ ഇമ്പോർട്ടന്റ് ഡേറ്റുകൾ മനസ്സിലാക്കുന്നു, ക്വാളിഫിക്കേഷൻ എന്താണെന്ന് മനസ്സിലാക്കി, പോസ്റ്റുകൾ ഏതൊക്കെയാണുള്ളത്, അതിന്റെ വേക്കൻസീസ് മനസ്സിലാക്കി, അതുപോലെ എക്സാം എങ്ങനെയാണ് നടക്കുന്നത്, ഓരോ സ്റ്റേജിന്റെ പ്രത്യേകത. എക്സാമിന്റെ സിലബസിൽ എന്താ? മാത്സ് ഉണ്ട്. മാത്സിൽ കുറെ ടോപ്പിക്കുകൾ പൊതുവേ PSCക്കും SSCക്കും കണ്ടുവരുന്ന ടോപ്പിക് തന്നെയല്ലേ? അതെ, ഇവിടെ റീസണിങ്ങും സെയിം തന്നെ, ഭീകരമായ മാറ്റങ്ങളൊന്നുമില്ല. പക്ഷെ മനസ്സിലാക്കേണ്ടത് എന്താ? ഇതിന് രണ്ടിനും കൂടെ 60% ഏകദേശം 60% മാത്സും റീസണിങ്ങും ആണ്. നല്ലോണം പണിയെടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ, നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യാൻ, അതിന്റെ കൂടെ സ്മാർട്ട് ട്രിക്സ് ഉപയോഗിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഈ 60 മാർക്ക് എന്നുള്ളത് കിട്ടാൻ എളുപ്പമാണ്. കാര്യം എന്താ? ജനറൽ അവയർനെസ് ഈ പറയുന്ന പോലെ ചോദ്യങ്ങൾ മൊത്തവും നമ്മൾ പഠിച്ചിട്ട് പോവാന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ റാൻഡം ആയിട്ട് എവിടെ നിന്നൊക്കെ ഒരു ചോദ്യം വരും, തെറ്റിയൊക്കെ പോവാം. പക്ഷെ ഇവിടെ പണിയെടുക്കുന്നവന് 60% കവറാണ്. സോ വ്യക്തമായ ഒരു സ്റ്റഡി പ്ലാനിലൂടെ, വ്യക്തമായിട്ടുള്ള ടൈം ടേബിളിലൂടെ, കറക്റ്റ് ആയിട്ടുള്ള സോഴ്സുകൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ 60% മാർക്കിൽ ഭൂരിഭാഗവും കിട്ടും. നിങ്ങൾക്കറിയാം, മാത്സ് പഠിച്ചാൽ മാർക്ക് കിട്ടും, പഠിക്കാന്നുള്ളതല്ല അവിടെ പോയിന്റ്, അത് കിട്ടി. ഈ പറയുന്ന 40 മാർക്കിൽ നിന്ന് ഒരു 25 കിട്ടിയാൽ പോലും നമുക്ക് എന്ത് കിട്ടും? ജോലി കിട്ടും. അങ്ങനെയാണ് RRBയുടെ പാറ്റേൺ. RRB ഇതുവരെ അങ്ങനെ പോയിട്ടുള്ളത്. സോ മനസ്സിലാക്കുക, സിലബസ് അത്ര കണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല, 3 സബ്ജക്റ്റേ ഉള്ളൂ, എന്നാലും കുറച്ച് വാസ്റ്റ് ആണ്. മാത്സ് ഒക്കെ കുറെ നാളിന്ന് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ആ സ്പീഡിലേക്ക് നമ്മൾ എത്തുള്ളൂ, ആ ആക്യുറസിയിലേക്ക് നമ്മൾ എത്തുള്ളൂ. അതും കൂടെ ഓർത്തു വയ്ക്കുക. പക്ഷെ അതിനുള്ള സമയം ഇപ്പോൾ RRB തരുന്നുണ്ട്, പഠിക്കാനുള്ള സമയമൊക്കെ. ഓക്കെ, സോ എക്സാം സിലബസും മനസ്സിലാക്കി. സോ ഇത്രയാണ് നമ്മൾ RRB NTPC +2 ലെവൽ പരീക്ഷയിൽ ഓർത്തു വെക്കേണ്ടത്. ഓക്കെ, പക്ഷെ ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ എന്തായാലും ഡീറ്റെയിൽ അനാലിസിസിന്റെ വീഡിയോ കണ്ടിരിക്കണം. അതിന്റെ കാരണം എന്താണെന്നല്ലേ, നിങ്ങൾ ഏത് സോണിലേക്ക് അപ്ലൈ ചെയ്യുന്ന അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ജോലി കിട്ടുന്നത്. ഇപ്പൊ ട്രിവാൻഡ്രം സോണിലോ ട്രിവാൻഡ്രം RRBയിലോ ചെന്നൈ RRBയിലോ അപ്ലൈ ചെയ്താൽ മാത്രമേ സൗത്തിൽ കിട്ടുള്ളൂ. ബാംഗ്ലൂരിൽ അപ്ലൈ ചെയ്താൽ മാത്രമേ ബാംഗ്ലൂരിന്റെ ആ ഒരു ഏരിയയിൽ ജോലി കിട്ടുള്ളൂ. ഓക്കെ, പിന്നെ ഉള്ളത് സിക്കന്ദരാബാദ് ആണ്. ഈ 4 RRBയിൽ മാത്രമേ ഈ ഒരു ഏരിയ സൗത്ത് ഇന്ത്യയിൽ കിട്ടാൻ സാധ്യതയുള്ളൂ. നിങ്ങൾ കൊൽക്കത്തയിൽ കൊടുത്താൽ കൊൽക്കത്തയിൽ ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പ്രശ്നമില്ല. സോ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് വേണ്ട സോണുകൾ കിട്ടണമെങ്കിൽ കറക്റ്റ് സോൺ കൊടുക്കണം. നിങ്ങൾക്ക് വേണ്ട പോസ്റ്റിന്റെ പ്രയോറിറ്റി, എനിക്ക് ജൂനിയർ ക്ലർക്ക് ആദ്യം വേണമെങ്കിൽ അത് കൊടുക്കുക, CCTC രണ്ടാമതാണ് എന്റെ പ്രയോറിറ്റി. അങ്ങനെ പ്രയോറിറ്റി മനസ്സിലാക്കണം, ഈ പോസ്റ്റുകളെ മനസ്സിലാക്കണം. ഇനി എന്റെ സർട്ടിഫിക്കറ്റിൽ ഞാൻ OBC ഉള്ള ആളാണ്, എനിക്ക് OBC സർട്ടിഫിക്കറ്റ് എങ്ങനെ അപ്ലൈ ചെയ്യണം, അതിനുവേണ്ടി മാൻഡേറ്ററി ഡോക്യുമെന്റ്സ് എന്ന് പറയുന്ന വീഡിയോ വരുന്നുണ്ടാവും, ഓൾറെഡി നമ്മുടെ ചാനലിലുണ്ട്. ഓക്കെ, ഇതെല്ലാം മനസ്സിലാക്കുക. ഇങ്ങനെ കുറച്ച് കടമകൾ കടന്നാൽ മാത്രമേ എങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്നുള്ള വീഡിയോയിലേക്ക് നമ്മൾ എത്തുക. അതിൽ ഈ പറയുന്ന പോലെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിന് എന്താ വേണ്ടേ? നമ്പറും ഡേറ്റും വേണം. എന്തെങ്കിലും മാറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടോ? അതായത് ഒരു വട്ടം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മാറ്റാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് ഈ പറയുന്ന നമ്മുടെ പോസ്റ്റിൽ, നമ്മുടെ ഈ പറയുന്ന നോട്ടിഫിക്കേഷനിൽ. ഒരു പ്രാവശ്യം അപ്ലൈ ചെയ്താൽ പിന്നെ മാറ്റാൻ പറ്റാത്ത, ഡേറ്റ് ഓഫ് ബർത്ത് ഒരു പ്രാവശ്യം അപ്ലൈ ചെയ്താൽ മാറ്റാൻ പറ്റില്ല. ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. സോ ഈ വീഡിയോസ് എല്ലാം കണ്ട് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഒരു ഫസ്റ്റ് വീക്ക്, സെക്കൻഡ് വീക്ക്, തേർഡ് വീക്ക് ആകുമ്പോൾ അപ്ലൈ ചെയ്താൽ മതി. പക്ഷേ ഈ ആദ്യത്തെ 2 വീക്കിൽ നിങ്ങൾ ഡോക്യുമെന്റ്സ് എല്ലാം റെഡി ആക്കി വെക്കുക, എന്നതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. സോ ഇത്തരം കാര്യങ്ങളാണ് മേജർ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സോ എന്താ നമ്മൾ പറഞ്ഞത്? ഇതൊരു +2 ലെവൽ പരീക്ഷയാണ്. +2 ലെവലിലുള്ള എല്ലാവർക്കും ഈ പരീക്ഷ എഴുതാം. 18നും 30നും ഇടയിൽ പ്രായമുള്ളവർക്കാണ് ഈ പരീക്ഷ എഴുതാൻ പറ്റുന്നത്. OBC ഉള്ളവർക്ക് 3 വയസ്സ് കൂടുതൽ വരെ പരീക്ഷ എഴുതാം. SC/ST ഉള്ളവർക്ക് 35 വരെ പരീക്ഷ എഴുതാം. അതൊന്ന് ഓർത്തു വയ്ക്കുക. 3000-ൽ പരം ഒഴിവുകളാണെന്ന് ഓർത്തു വയ്ക്കുക. 3 വിഷയങ്ങളാണ്, 3 സബ്ജക്ട് ഇവിടെ പഠിച്ചാൽ മതി എന്ന് ഓർത്തു വയ്ക്കുക. CBT 1 and 2 2 CBT ആയിട്ടാണ് ഈ പരീക്ഷ നടത്താന്ന് ഓർത്തു വയ്ക്കുക. ഇത്തരം കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക. ഇതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾ ഓരോ വീഡിയോസ് ആയിട്ട് പുറകെ വരുന്നുണ്ടാവും. ഓക്കെ, സോ +2 ഉണ്ടോ? ഒരു ജോലിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് പഠിക്കാൻ റെഡിയാണോ? റെയിൽവേയിലെ അവസരം നിങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നുണ്ട്. അതിനായിട്ട് സ്കോർ നിങ്ങളുടെ ഒപ്പം ഉണ്ട്. സ്കോർ എന്ത് ചെയ്തിട്ടുണ്ട്? RRB NTPCക്ക് വേണ്ടി ഒരു ലോങ് ടേം ബാച്ച്, ഏകദേശം 500 ദിവസത്തിനുള്ളിലുള്ള ഒരു ബാച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്.
സോ ആ ബാച്ചിൽ ചേരുന്നവർക്ക് ചേരാം. വ്യക്തമായിട്ടുള്ള സ്റ്റഡി പ്ലാൻ, വ്യക്തമായിട്ടുള്ള ഒരു ടൈം ടേബിൾ, അതുപോലെ ഏതൊക്കെ വിഷയങ്ങളിലാണ് കൂടുതൽ ചോദ്യം ചോദിക്കുന്നത്, എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, റെഗുലർ ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ഇതെല്ലാം തന്നുകൊണ്ടായിരിക്കും ആ കോഴ്സ് മുന്നോട്ട് പോവുക. പറ്റുന്നവരെല്ലാവരും എന്ത് ചെയ്യുക, കോഴ്സിന്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കുക, എൻക്വയറിയിലേക്ക് വിളിച്ചു ചോദിക്കുക. എല്ലാവർക്കും എൻ്റെ ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു.